ഫ്രണ്ട്സ്, ജ്യോതിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരള റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ചെമ്മീൻ ചില്ലിയുമായിട്ടാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ചില്ലിയാണ്. അപ്പോൾ അതിനു മുമ്പേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തലയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് കുറച്ച് വലിയ ചെമ്മീനാണ്. അപ്പോൾ ഇത് നല്ല വൃത്തിയായി കഴുകിയിട്ട് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മസാല പുരട്ടി ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ മസാല ഇടാം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഓറഞ്ച് കളറാണ്. അപ്പോൾ അതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച്. ഇനി വേണ്ടത് നമുക്ക് ഒരു 1/2 ചെറുനാരങ്ങയാണ്. അതിൻ്റെ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചെമ്മീൻ മസാല പരട്ടിയത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് 2 പുറം ഒരുവിധം ഫ്രൈ ആയി വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീൻ 2 പുറവും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ ചെയ്ത പാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടെ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് ഒരു കഷ്ണം നീളത്തിലരിഞ്ഞ ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി 2-3 പല്ല് വെളുത്തുള്ളി ഉണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാളയാണ്. അത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതിയാണ് 2 കളർ ക്യാപ്സിക്കാണ്. ഒരു യെല്ലോ കളറും ഒരു ഗ്രീൻ കളറും. 2ൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതും കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴങ്ങുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക്
ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ മുളക് പൊടിക്ക് പകരം ചതച്ച മുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് നേരത്തെ ഇട്ടത് കൊണ്ട് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചില്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചില്ലി നമ്മൾ സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ പിഴിഞ്ഞു കൊടുക്കണം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രണ്ട്സ്.